നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിൽ 11 അസംബ്ലി സീറ്റുകളാണുള്ളത്. ഇവിടെ ആദ്യം വിജയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് UDFന് ഏറ്റവും ഉറപ്പുള്ള ഒരു സീറ്റ് ആദ്യം എടുത്തു പറയേണ്ടത് കരുനാഗപ്പള്ളിയാണ്. കഴിഞ്ഞ തവണ ഇടത് തരംഗം ആഞ്ഞടിച്ചിട്ട് 30,000 വോട്ടുകൾക്ക് CR മഹേഷ് വിജയിച്ചെടുത്ത് ഇക്കുറി CR മഹേഷിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. അതൊരു പക്ഷെ 35,000-മോ അതിലേറെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയേറെ ജനങ്ങളുമായി താഴെത്തട്ടിൽ ഇഴകി ചേർന്നിരിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അതാണ് CR മഹേഷ്. രണ്ടാമത്തെ സീറ്റ് കുണ്ടറയാണ്. കുണ്ടറ PC-യുടെ കയ്യിൽ, PC വിശ്വനാഥിന്റെ കയ്യിൽ സുഭദ്രമായി മാറിക്കഴിഞ്ഞിരിക്കും. മൂന്നാമത്തെ സീറ്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മത്സരിക്കുന്ന കൊല്ലം സീറ്റാണ്. കഴിഞ്ഞ 2 തവണയും മുകേഷ് അവിടെ മത്സരിച്ച് വിജയിച്ചു. കഴിഞ്ഞ 5 കൊല്ലം മുകേഷിനെ കാണാൻ പോലും ഇല്ലായിരുന്നു. മഷിയിട്ട് നോക്കിയ കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ളിടത്തു നിന്നും മുകേഷ് ഇത്തവണ പ്രചരണത്തിന് പോലും ഇറങ്ങുന്നില്ല. അവിടെ ബിന്ദു കൃഷ്ണയുടെ വിജയം സുനിശ്ചിതമാണ്. കഴിഞ്ഞ തവണ കേവലം 2,000 വോട്ടുകൾക്ക് മാത്രമാണ് മുകേഷ് കടന്നുകൂടിയതെങ്കിൽ ഇക്കുറി മുകേഷ് മാറി നിൽക്കുകയാണ്. കാരണം മുകേഷിന് അറിയാം ഇനി നാണം കെടാൻ വയ്യ എന്നുള്ളത്. അങ്ങനെ മൂന്നാമത്തെ സീറ്റും കോൺഗ്രസിന് കൺഫേം ആവുകയാണ്. നാലാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കൊട്ടാരക്കര സീറ്റാണ്. കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റിയുടെ വിജയം സുനിശ്ചിതം. 42,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2016 ആയിഷ പോറ്റി വിജയിച്ച മണ്ഡലത്തിൽ 2021 KN ബാലഗോപാൽ കേവലം 10,000 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത്. അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കോൺഗ്രസിന്റെ വളർച്ച എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ, ആ മണ്ഡലം ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന, ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നോക്കൂ, ഇപ്പോൾ ആയിഷ പോറ്റിക്ക് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയുന്ന സാഹചര്യമാണ്. ആയിഷ പോറ്റിയെ ചതിക്കുകയും ആയിഷ പോറ്റിയെ അവരെ നിർത്തിക്കൊണ്ട് ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തിയ അവരുടെ ആ ഒരു പേഴ്സണൽ കരിസ്മയെ അപകീർത്തിപ്പെടുത്തുകയും അവരെ ഒരു സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കാതെ അവരെ നാറ്റിക്കാനും ശ്രമിച്ചു. അതിനുള്ള മറുപടിയായിരിക്കും ഇത്തവണ കിട്ടുന്നത്. ഏറ്റവും മോശമായ മന്ത്രി എന്ന രീതിയിൽ ജീവനക്കാരെയും അതുപോലെ തന്നെ തൊഴിലാളികളെയും ഒക്കെ ദ്രോഹിക്കുന്ന നടപടിയെടുത്ത KN ബാലഗോപാലിന് ഇക്കുറി പരാജയം ഉറപ്പിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ 4 സീറ്റുകൾ കോൺഗ്രസിന് ഷുവർ സീറ്റുകളായി മാറുകയാണ്. അടുത്ത സീറ്റ് എന്ന് പറഞ്ഞാൽ RSPയുടെ ഉരുക്ക് കോട്ട എന്ന് കഴിഞ്ഞ ഏറെ കാലങ്ങളായി വിശേഷിപ്പിക്കുന്ന, എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചെറിയ വ്യത്യാസത്തിൽ ഷിബു ബേബി ജോൺ പരാജയം 2 തവണയായി തുടർച്ചയായി പരാജയപ്പെട്ട ചവറ മണ്ഡലത്തിൽ ഇക്കുറി ഷിബു ബേബി ജോണിന്റെ മിന്നുന്ന മുന്നേറ്റമായിരിക്കും. അങ്ങനെ വളരെ വ്യക്തമായി തന്നെ അവിടെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ്. മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സീറ്റ് ചടയമംഗലമാണ്. കഴിഞ്ഞ തവണ ചിഞ്ചുറാണി 14,000 വോട്ടിന് വിജയിച്ച സ്ഥലത്ത് ഇക്കുറി കോൺഗ്രസിന്റെ ഒരു വലിയ മാസ് തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചടയമംഗലം സീറ്റ് സാധാരണഗതിയിൽ നമുക്കറിയാം, കടക്കൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഗ്രാമമെന്ന് ഒരു മിനി കണ്ണൂർ എന്ന് പറയുന്ന കടക്കൽ ഉൾപ്പെടെ ഉള്ള ചടയമംഗലം, നിലമേൽ പഞ്ചായത്ത്, കടക്കൽ പഞ്ചായത്തൊക്കെ ഉള്ള ചടയമംഗലം ഏത് കാറ്റും കോളും വന്നാലും ഇടതുപക്ഷത്തിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പറയുന്നിടത്ത് ഇത്തവണ ഇടതുപക്ഷം ജയിക്കില്ല എന്നുള്ളതാണ് സത്യം. പുനലൂരിലും അതുപോലെ തന്നെ ചാത്തന്നൂരിലും ഇക്കുറി ത്രികോണ മത്സരം നടക്കുകയാണ്. അതിൽ ചാത്തന്നൂരിൽ മത്സരം കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് CPI സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇക്കുറി അതിശക്തമായ വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന സെക്ടറാണ്. വിജയം ആരിലേക്ക് പോകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സെക്ടർ. പിന്നെയുള്ളത് പത്തനാപുരമാണ്. 25 വർഷമായി ഗണേഷ് കുമാർ കൈകാര്യം ചെയ്തിരുന്ന പത്തനാപുരത്ത്
ഇക്കുറി ഗണേഷ് കുമാർ മലന്നടിച്ച് വീഴുന്ന സാഹചര്യം. ജ്യോതികുമാർ ചാമക്കാലയുടെ കൃത്യമായ എഫോർട്ട് ഇക്കുറി പത്തനാപുരത്തെ സാധാരണക്കാർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച. ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലീലാവിലാസങ്ങൾ പലതും, പ്രത്യേകിച്ചും പല വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതിപ്പെട്ടതുൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരിച്ചടിയാകും എന്നുള്ള കണക്കൂട്ടലിൽ തന്നെയാണ് UDF.